ചർച്ച രണ്ട് തരത്തിൽ നടന്നു. ആദ്യം ഉദ്യോഗസ്ഥലത്തിലുള്ള ചർച്ച നടന്നു. രണ്ടാമത്തെ ചർച്ച ആരോഗ്യമന്ത്രി വിളിച്ചു വരുത്തിയ ചർച്ച. ചർച്ചയ്ക്ക് മുന്നേ അവിടെ ഈ ആശാ വർക്കർമാരുടെ ലിസ്റ്റ് മന്ത്രി കൈവശം വച്ചിരിക്കുകയാണ്. അതിൽ സമര നേതാക്കളുമായി മന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സമര നേതാക്കളുടെ പേര് വിളിച്ച് റോസമ്മ തന്നെ പറയുന്നു ചർച്ചയിൽ. റോസമ്മയുടെ പേര് വിളിക്കുന്നു. റോസമ്മയ്ക്ക് 11,000 ശിഷ്ടം പൈസ കിട്ടിയിട്ടില്ലേ എന്ന് പറയുന്നു. കിട്ടിയിട്ടുണ്ടെന്ന് റോസമ്മ പറയുന്നു. അതാണ് കിട്ടിയിട്ടുണ്ട് എന്നിട്ടാണ് പറയുന്നത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് കിട്ടുന്നത് മാസാമാസം കിട്ടുന്നില്ല, പല മാസം കൂടി 4-5 മാസം കൂടുമ്പോഴാണ്. ഈ ഓണറേറിയം മാത്രമായിട്ടല്ല, ഇൻസെൻറ്റീവും ഓണറേറിയം കൂടിയിട്ടാണ് ആ തുക കിട്ടിയിരിക്കുന്നത്. എല്ലാ മാസവും കൃത്യം അവർക്ക് ഈ പറയുന്ന 232 എന്ന തുക കിട്ടാറില്ലെന്നേ. 232 എന്ന് പറയുന്ന വലിയ തുകയല്ല എന്ന് പറയുമ്പോഴും എല്ലാ മാസവും അത് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ ഏത് തൊഴിലിന് പോകുമ്പോഴും ഈ നിത്യതൊഴിൽ ചെയ്യുന്നവർക്ക് അന്നന്ന് കൂലി കിട്ടുകയാണ്. ആ കൂലിയാണ് അവർ പറയുന്നത്. അതിലാണ് ഇവർ വാദിക്കുന്നത് 232 അല്ല, അത് 391 വരെ കിട്ടിയിട്ടുണ്ടെന്ന്. എത്ര കണക്കിലാണ് അവർ ഒരു കൃത്യമായി കണക്ക് വയ്ക്കുന്നതെന്ന് ആലോചിച്ചു. 391 കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് വരെ വാദിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? ഈ സമര നേതാക്കളുടെ പേരിനടിയിൽ പച്ച മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്യുകയാണ് മന്ത്രി. അതിനുശേഷം മന്ത്രി ഓരോരുത്തരുടെയായി പറയുന്നു. ഈ സമര നേതാക്കളുടെ ഒക്കെ ലിസ്റ്റ് എടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, ഇന്നത്തെ ദിവസം സൈബർ സഖാക്കൾ ഈ ലിസ്റ്റ്, ഈ പച്ച മാർക്ക് ചെയ്ത കടലാസ് ഇങ്ങനെ പുറത്തേക്ക് വിടുകയാണ്. അതെങ്ങനെയാണ് മന്ത്രി ഒരു ചർച്ചയ്ക്ക് ഉപയോഗിച്ച കടലാസ് പുറത്തേക്ക് വരുന്നത്?